നമ്മളെ നിലനിർത്തുവാനായിട്ട് കഴിയുള്ളൂ. और परमेश्वर के ना बदलने वाला सिर्फ वचन ही हमें स्थिर कर सकता है. മാനുഷിക വാക്കുകൾക്കൊന്നും കഴിയാതെ പോകുമ്പോൾ കർത്താവിന്റെ വചനത്തിന് ഇന്നും നമ്മെ ശക്തീകരിക്കാനായിട്ട് കഴിയും. मानसिक बातों जब हमें नहीं रुक सकते तो परमेश्वर का वचन आज हमें शक्ति और सामर्थ्य के साथ में खड़ा कर सकता है. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മളെ ഉയർത്തുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. कोई भी प्रतिकूल अवस्था में हालेलुया हमें खड़ा करने वाला प्रभु का ना बदलने वाला उस वचन है. അതിന്റെ കാരണം ആമേൻ ദൈവത്തിന്റെ വചനം ദൈവമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. और उसका वजह ये कि परमेश्वर का वचन खुद वो परमेश्वर है. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ 1:1 രേഖപ്പെടുത്തിയിരിക്കുന്നത്. यूहन्ना का सुसमाचार पहला अध्याय पहले से लिखे कि आदि में परमेश्वर का वचन था, परमेश्वर वचन के साथ था, परमेश्वर खुद वचन था, ये यहाँ पर लिखा गया है. ആമേൻ. ആ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് നാം ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. और वो वचन देहधारी होकर हमारे बीच में डेरा किया, वो है हमारा प्रभु यीशु मसीह. ആമേൻ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, 2-3 പേർ കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടത്ത് ഉള്ളതോർത്ത് നമ്മുടെ കരം ഉയർത്തി ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ऐसा है तो प्रभु का वचन है कि 2 या 3 जन जहां पर भी मेरे नाम पे एकत्रित होते वहां पर मेरी उपस्थिति है. आज हम सबका घरों में प्रभु को उपस्थिति है. हाथ उठाकर धन्यवाद देंगे. धन्यवाद. ആ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. प्रभु कहते हैं कि मैं तुम्हें कभी अनाथ नहीं छोड़ूंगा. हालेलुया. ആമേൻ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള കരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. ഈ വാദം कहते हैं कि मैं तुम्हें सहायता करूंगा, मैं तुम्हें सामर्थ्य दूंगा, अपनी धार्मिकता के हाथ से मैं तुझे चलाऊंगा. ആമേൻ. ആമേൻ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തുമാറാകട്ടെ. आज के शाम के वक्त परमेश्वर के आत्मा हमें स्थिर और धैर्य के साथ में खड़ा करे. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരല്പസമയം കർത്താവിന്റെ ദാസൻ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം, ആ സമയത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത ക്രിസ്തുവിൽ ജയാളികളാകുക എന്നുള്ളതാണ്. और परमेश्वर के दास ने मुझे जो समय दिया गया उसके अंदर खड़ा रह के मैं आज आपसे कहना कहता हूं, मसीह जीवन में जय के साथ में जीने वाला एक बात के बारे में बताने जा रहा हूं. ആധാരമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. और उसके आधार पर दूसरा शमूएल उसका 8वां अध्याय उसका 6वां वचन पढ़ेंगे. ആമേൻ. 2 ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേൽ chapter 8 verse 6. 2 ശമൂവേൽ 8ന്റെ 6-ാമത്തെ വാക്യം. दूसरा शमूएल 8वां अध्याय उसका 6वां वचन. ആമേൻ. ആ വാക്യം ഇങ്ങനെയാണ്. ഞാൻ ആമേൻ. പിന്നെ ദാവീദ് ദമ്മശ്കനോട് ചേർന്ന് ആരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ആരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്നു, കപ്പം കൊടുത്തു വന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. आमीन. हालेलुया. उसका छोटे में से लेके कि तब दाऊद ने दमिश्क में अराम में सिपाहियों के उनके चौकियों बिठाई. इस प्रकार अरामी दाऊद के अधीन होकर बैठ आने लगे और जहां जहां दाऊद जाता था वहां वहां यहोवा उसको जयवंत करता था. ആമേൻ. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. പ്രൈസ് ദി ലോർഡ്. दाऊद जहां पर जाता था परमेश्वर को जयवंत करता था. ആമേൻ. ഒരു ജയാളിയെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. एक जयवंत व्यक्ति के बारे में आज हम चिंता करने जा रहा है. ആമേൻ. ലോകത്തിന്റെ തത്വവും ദൈവരാജ്യത്തിന്റെ തത്വവും ഈ വിഷയത്തിൽ ഒന്ന് തന്നെയാണ്. दुनिया का अगर तत्व कब देखा जाए या परमेश्वर के बारे में देखा जाए, इसमें एक ही बात को लिखा गया है. പരാജയപ്പെട്ടവനെ സമൂഹത്തിന് വേണ്ട, സഭയ്ക്ക് വേണ്ട, ദേശത്തിന് വേണ്ട, കുടുംബത്തിന് വേണ്ട. जो व्यक्ति हार गया है, हालेलुया, कोई भी माहौल में सामूहिक रूप से उसको कोई जरूरत नहीं, सभा को उसको जरूरत नहीं, किसी के कोई हारा हुआ व्यक्ति की जरूरत दुनिया में किसी को भी नहीं है. ആമേൻ. എല്ലാവർക്കും ആവശ്യം ജയിച്ചവനെയാണ് വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. जो व्यक्ति जयवंत हुआ सारे लोग उसको चाहते हैं. ജയിച്ചവന്റെ പേര് മാത്രമേ പുറത്തു വരികയുള്ളൂ. जो व्यक्ति जयवंत है उसी का ही नाम हमेशा बाहर आता है. ഇന്നും ലോകം അംഗീകരിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര് നിലനിൽക്കുന്നതിന്റെ കാരണം, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ പേര് നിലനിൽക്കുന്നതിന്റെ കാരണം ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തെ
ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ്, അവരുടെ മേൽ ജയഭേരി മുഴക്കി എന്നുള്ളത് കൊണ്ടാണ് ആ വ്യക്തിയുടെ പേർ ഇന്നും നിലകൊള്ളുന്നത്. और आज भी हम देखते थे हमारा राष्ट्रपिता महात्मा गांधी जी का नाम आज इसलिए लिया जाता है क्योंकि ब्रिटिश के विरुद्ध में खड़े होकर उन्होंने जय प्राप्त किया करके आज भी उनका नाम लिया जाता है। ആമേൻ. അമേരിക്കയിലെ വലിയ ഓട്ടക്കാരനും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആമേൻ ഉസൈൻ ബോൾട്ട് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. അദ്ദേഹമാണ് 100 മീറ്ററിൽ തന്റെ റണ്ണിങ്ങിൽ ലോകത്തിലെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഇന്ന് നിലകൊള്ളുന്നത്. ആ വ്യക്തിയുടെ പേർ ഇന്നും ലോകത്തിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. और अमेरिका का बड़ा दौड़ में भाग ले रहा हुसैन वाटर जिसका नाम है, हालेलुया, उसने जीत लिया करके आज भी उस दौड़ में भाग लेने वाला व्यक्ति का नाम आज भी लिया जाता है। എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയാൻ പോയ ധാരാളം കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ജയിച്ചവന്റെ പേര് മാത്രമേ പുറത്തു വരികയുള്ളൂ. प्रियो, ऐसा कहने के लिए दुनिया में कई दृष्टांत है। मेरा कहने का मतलब ये है कि जो व्यक्ति जय पाता है उसी का नाम हमेशा बरकरार रहता है। ആമേൻ. 24 മണിക്കൂർ സമയവും ലോകത്ത് എമ്പാടും മുഴങ്ങുന്ന ഒരു ദൈവശബ്ദമാണ് യേശുക്രിസ്തുവിന്റെ ശബ്ദം. മരണത്തെയും പാതാളത്തെയും ജയിച്ച ഒരു നാമമുണ്ടെങ്കിൽ അത് നാം സേവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമായതുകൊണ്ട് മാത്രമാണ്. आमीन, हालेलुया। दुनिया में 24 घंटा हालेलुया जो जय का फेरी जो उठता है वो हमारे प्रभु यीशु मसीह का नाम है, हालेलुया। और वो जीवित खुदावंत है, 24 घंटा उसका नाम को लिया जाता है। അല്പസമയങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ വിശ്രമത്തിന് വേണ്ടി കടന്നുപോകും, നമ്മുടെ കിടക്കയിലേക്ക് നമ്മൾ കടന്നുപോകും. എന്നാൽ മറ്റൊരു സ്ഥലത്ത് ആമേൻ ആ സമയത്തും യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു തുടങ്ങുകയായി. हालेलुया। हम यहाँ पर भारत पे हम रात को वचन सुनकर हम लेकर सो जाएंगे, मगर दुनिया की दूसरी तरफ में देखेंगे वहां पर उसका आराधना शुरू करने का समय हो जाता है। പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരം ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. हाथों को उठा के धन्यवाद दे, धन्यवाद, स्तुति स्तुति, धन्यवाद परमेश्वर। ആമേൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ജൈത്രയാത്രയാണ്. സ്തോത്രം. मसीही जीवन मतलब एक जय के साथ में एक सफर, एक यात्रा है। ആമേൻ. ജൈത്രയാത്ര എന്ന് പറയുന്നതിന്റെ അർത്ഥം ജയിച്ച് മുന്നേറുക എന്നുള്ളതാണ്. और जो जैत्र यात्रा उन्होंने जो शब्द का हो उसका मतलब है कि जय पाते हुए आगे चलते चलते ले जाना। വേദപുസ്തകത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7 സഭകളുടെ ദൂത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. और हम लोग हाल पवित्र शास्त्र में जब प्रकाशित वाक्य में आते हैं वहां पर 7 कलीसियों के बारे में लिखा गया है। ആമേൻ. ആ 7 സഭകളോട് പറയുന്ന ഏക ദൂത് എന്ന് പറയുന്നവനെ ജയിക്കുന്നവനെ ഞാൻ ആമേൻ ആദരിക്കുമെന്നാണ് പറയുന്നത്. और 7 कलीसिया से एक ही बात कहते थे, जो जय पाएगा वो मुकुट पाएगा, इस तरीके से लिखा गया है। ആമേൻ. ഒന്നാമത്തെ സഭയായ എഫെസോസ് സഭയോട് പറയുന്നു, 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെതാകുന്ന ഫലം തിന്മാൻ കൊടുക്കും. और सबसे पहले जो कलीसिया है इफिसुस का कलीसिया, उसका 2:7 में ऐसा लिखे है, हालेलुया, जो जय पाता है, हालेलुया, उन कलीसिया से कहते जो जय पाए उसे में जीवन का पेड़ में से परमेश्वर का स्वर्ग में रहेगा। രണ്ടാമത്തെ സഭയായ സ്മുർന എന്ന് പറയുന്ന സഭയോട് പറയുന്നു, 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ആമേൻ, ജയിക്കുന്നവന് 2-ാം മരണത്തിന്റെ മേൽ അവൻ അധികാരമില്ല. Praise the Lord. और दूसरा जो कलीसिया स्मुर्ना नाम का जो कलीसिया है उसका 2:11 वचन में लिखा है, जिसके कान है वो सुन ले। आत्मा कलीसिया से क्या कहते हैं, जो जय पाए उसको दूसरी मृत्यु से हानि ना पहुंचेगा। ആമേൻ. മൂന്നാമത്തെ സഭയായ പെർഗമോ സഭയോട് പറയുന്നു, 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ ജയിക്കുന്നവന് കൊടുക്കും. Praise the Lord. हालेलुया। तीसरा जो पेरगमुन जो कलीसिया है उनका 17 में ऐसा लिखे गए, जो जय पाएगा उसको मैं गुप्त मन्ना से दूंगा। ആമേൻ. നാലാമത്തെ സഭയായ തുയത്തൈര എന്ന് പറയുന്ന സഭയോട് പറയുന്നു, 2-ാം അധ്യായം 26-ാമത്തെ വാക്യം, ആമേൻ, ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. Praise the Lord. हालेलुया, हालेलुया। चौथा जो कलीसिया जो तुयतैरा कलीसिया है उसका हालेलुया 26 में ऐसा लिखा है, जो जय पाता है उसको जाति जाति के लोगों पर मैं अधिकार दूंगा। അഞ്ചാമത്തെ സഭയായ സർദീസ് സഭയോട് പറയുന്നു, 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ധരിക്കുവാൻ കൊടുക്കും. और हालेलुया अगला जो कलीसिया जो सरदीस का कलीसिया है उसका 3:5 में ऐसा लिखा है, जो जय पाएगा उसको मैं श्वेत वस्त्र पहनाऊंगा। ആറാമത്തെ സഭയായ ഫിലദൽഫിയ സഭയോട് പറയുന്നു, 3-ാം അധ്യായം 12-ാമത്തെ വാക്യം, ജയിക്കുന്നവനെ ഞാൻ ആലയത്തിന്റെ തൂണാക്കും. और हालेलुया उसका अगला कलीसिया जो फिलाडेल्फिया जो कलीसिया है उसका 12 वचन में ऐसा लिखा है, जो जय पाए उसको मैं परमेश्वर का मंदिर का एक खंबा बनाऊंगा। ആമേൻ. ഏഴാമത്തെ സഭയായ ലവോദിക്കിയ സഭയോട് പറയുന്നു, 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, ജയിക്കുന്നവനെ ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവസരം നൽകും. और आखिरी कलीसिया 7वां कलीसिया लौदीकिया कलीसिया के
उसके हाल 3:21 में ऐसा लिखा है, जो जय पाए उसे मैं हालेलुया अपने साथ अपने सिंहासन पर बैठाऊंगा। ഇന്ന് സന്ധ്യാസമയം എന്നെ ശ്രദ്ധിക്കുന്ന ബോംബെയുടെ വ്യത്യസ്ത ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവവൃത്യന്മാരെ, വാത്സല്യ ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, പരാജയപ്പെടുവാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ, ജയിച്ചു മുന്നേറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. Praise the Lord. आमीन, हालेलुया। आज इस वचन को सुनने वाले मेरे वात्सल्य, मेरे प्रिय जनों, मेरे सब श्रेष्ठ दासों, मैं आपसे कहना चाहता हूँ, हमें हारने के लिए, जयवंत होने के लिए प्रभु ने मुझे और आपको बुलाया गया है। हालेलुया, ആമേൻ. ഇന്ന് രാത്രിയിലും അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. आमीन। अगर ऐसा है तो आज शाम के वक्त मसीह में एक जयवंत जीवन जीने के लिए प्रभु मुझे और आपको सहायता करे। ആമേൻ. ഇന്ന് രാത്രി നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ അങ്ങനെ ജയിച്ചതായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവിടെ പരാമർശിച്ചിരിക്കുന്നത്. और आज शाम को जो वचन में पढ़ा वहां पर एक जयवंत एक व्यक्ति के बारे में वहां पर लिखा गया है। ആ വ്യക്തിയുടെ പേര് ദാവീദ് എന്നാണ്. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. और उस व्यक्ति का नाम है दाऊद। दाऊद जहां जहां पर गया परमेश्वर उस जगह पर उसको जयवंत किया। ആമേൻ. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനൊരു പഴമൊഴി പറയാറുണ്ട്, തൊട്ടതെല്ലാം പൊന്നാക്കി തീർത്തു എന്ന്. സ്തോത്രം. मलयालम में कहावत है, एक व्यक्ति के बारे में कहते हैं कि वो जहां पर जाके छूते हैं वो सोना बन जाता है। എവിടെയെല്ലാം അദ്ദേഹം ചെന്നുവോ അവിടെയെല്ലാം ദൈവം ജയം നൽകി. जहां जहां पर वो गए वहां पर हर जगह पर उसको जयवंत किया। ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹത്തോടെ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, അങ്ങനെ ജയിക്കുന്നതിന് മുൻപിൽ ആമേൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ അതിന്റെ പിൻപിലുണ്ട്. അതനുസരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ആ ദൈവ മനുഷ്യൻ ജയാളിയായിട്ട് മാറിയത്. आमीन। आज के शाम के वक्त मैं अपने प्रियजनों से कहना चाहता हूँ, ये यूं ही नहीं जीता, जीतने के पीछे कुछ कारण है। परमेश्वर का वचन सुनना और उसको कुछ नियम को पालन करता है, इसलिए वो जयवंत हो जाता है। ആമേൻ. ദാവീദ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധ വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത രണ്ട് തെറ്റ് എന്ന് പറയപ്പെടുന്നത്. ഒന്ന്, സ്തോത്രം, ആമേൻ, ഊരിയാവിന്റെ ഭാര്യയെ തന്റെ സ്വന്തം ഭാര്യയാക്കി തീർക്കുവാൻ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞു. അങ്ങനെ ഊരിയാവിനെ കൊലപ്പെടുത്തി ആ ഭാര്യയെ താൻ സ്വന്തമായി എടുത്തു. അത് ഒന്നാമത്തെ പാപം. രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത്, ആമേൻ, ജനത്തെ എണ്ണുവാൻ ദൈവമായ കർത്താവ് പ്രമാണം കൊടുത്തിരുന്നില്ല. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണി. അത് യഹോവയ്ക്ക് അത് പ്രയാസകരമായി മാറി. ഇങ്ങനെ രണ്ട് തെറ്റ് ദാവീദ് ചെയ്തതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. हालेलुया। पवित्र शास्त्र में दाऊद के बारे में सिर्फ 2 गलतियां हमको देखने को मिलता है। सबसे पहला हमको पता है कि ऊरिया का पत्नी के चाह में, उसको पाने के चाह में ऊरिया का कत्ल किया गया और अपने उसको पत्नी बना दिया। हाल सबसे पहला। दूसरी बात, परमेश्वर का हालेलुया आलोचना के बगैर लोगों का गिनती या तो जनगणना उसने जो लिया, ये 2 तरीके का पाप को दाऊद ने किया है। ആമേൻ. ഇന്ന് രാത്രിയിൽ അങ്ങനെയെങ്കിൽ ഈ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തല പ്രവൃത്തികൾ ഒരു പുസ്തകത്തിൽ ഓർപ്പിക്കുകയാണ്. ആമേൻ. ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. Praise the Lord. मगर यहाँ पर देखने की बात यह है कि इसी व्यक्ति के बारे में प्रेरितों का पुस्तक में यहाँ पर लिखा है कि दाऊद मेरे मन के अनुसार चलने वाला व्यक्ति है। നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുന്നു, അവൻ ചെന്നിടത്തൊക്കെ യഹോവ അവന് ജയം നൽകി. और हम लोग जहाँ पे हम लोग जो वचन को पढ़ा वहां पर को जहां जहां जाता था यहोवा उसको वहां पर जयवंत करता था। അങ്ങനെയെങ്കിൽ ഈ വ്യക്തിക്ക് ജയം നൽകുവാനുള്ളതായ 4 കാരണങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു. അത് പെട്ടെന്ന് ഓർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ സമയങ്ങൾ വേർതിരിക്കുകയാണ്. और जहां जहां ये जाता था जयवंत करता था, उसके 4 बातों को परमेश्वर मुझे याद दिला रहा है। मैं उसको आपके सामने बताकर बैठना चाहता हूँ। ആമേൻ. 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ 12-ാം അധ്യായം 25-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് ചെയ്തതായ ഒന്നാമത്തെ പാപം എന്ന് പറയപ്പെടുന്നത്. സ്തോത്രം. और सबसे पहला पाप हम दूसरा शमूएल उसका 11 के दूसरा वचन से 12 अध्याय का 25 तक हमको देखने को मिलता है इस पाप के बारे में। ആമേൻ. അങ്ങനെ 2 ശമൂവേൽ 11-ന്റെ 2 മുതൽ 12-ന്റെ 25 വരെ താൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് താൻ ചെയ്തു
എന്നാൽ നമ്മൾ വായിക്കുന്നത് 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നാഥാൻ ദാവീദിനോട് ആ പാപത്തെ കുറിച്ച് വ്യക്തമായി ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 11:2 से लेके 12:25 तक लिखा गया है, मगर वो पाप को जब नातान भविष्य उसको याद दिला रहा है, उसका 12 वचन में हमको देखने को मिला कि उसके बारे में दाऊद को नातान ने जताया था। ആമേൻ. നീ ചെയ്തത് തെറ്റാണ് എന്ന് ശക്തമായിട്ട് ദാവീദിന്റെ മുഖത്ത് നോക്കി നാഥാൻ എന്ന് പറയുന്ന പ്രവാചകൻ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. സ്തോത്രം. और नातान भविष्य व्यक्तिगत रूप से दाऊद से कहा कि तूने जो किया है वो गलत किया है। ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ആ അധ്യായം ഞാൻ വിവരിക്കുന്നില്ല. ആ ഭാഗത്ത് ദാവീദിന്റെ തെറ്റ് വ്യക്തമായി ഓർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, തന്റെ തെറ്റ് തന്നെ ഉണർത്തിയപ്പോൾ, ആ തെറ്റിനെ സമ്മതിച്ച് മടങ്ങി വരാനുള്ള കാഴ്ചപ്പാട് ദാവീദിനുണ്ടായി എന്നുള്ളത് തന്റെ ജയത്തിന്റെ ഒന്നാമത്തെ कारणമായിട്ട് മാറി. उनके मैं आपको 4 बात को बता, उसमें पहले बात ये है, जब नातान भविष्यवक्ता ने जब दाऊद को अपने गलती को बताया, दाऊद ने कुछ नहीं किया, उस बात को मानकर पश्चाताप कर वापस आया। ये उनका पहला उनके खासियत है। ആമേൻ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി മടങ്ങി വരാൻ നമ്മൾ കാഴ്ചപ്പാടുണ്ടായാൽ, നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ മാനിക്കുവാനും ഉയർത്തുവാനും സർവശക്തന് ഇന്ന് രാത്രിയിലും പദ്ധതിയുണ്ട് എന്ന് ഞാൻ ദൈവാത്മാവിൽ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. मैं आपसे कहना चाहता हूँ, जो हम गलती करता है, अगर परमेश्वर का आत्मा हमसे बात करता है कि तुमने गलती किया, वो गलती को अगर मान ले, अगर पश्चाताप करे, तो जरूर प्रभु हमें आदर करेगा। हालेलुया, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, എന്നാൽ ദാവീദ് ആ തെറ്റ് സമ്മതിച്ചു. അവൻ നെടുമ്പാട് വീണ് ദൈവത്തോട് കരഞ്ഞു, അവൻ നിലവിളിച്ചു. എന്നാൽ 2 ശമൂവേൽ 2 ശമൂവേലിന്റെ പുസ്തകം ആ 12-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, താൻ ചെയ്ത പാപം നിമിത്തം തന്റെ തലമുറ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. और उसी अध्याय में हम जब आते हैं, वो पाप के वजह से उसको जो बच्चा जो उत्पन्न हुआ था, वो इस पृथ्वी से निकल गया करके हमको वहां पर पढ़ने को मिलता है। ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇതേപോലെ തന്നെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഉസിയാവിനോട് ദൈവം പറഞ്ഞു, നീ അത് ചെയ്യരുത്, നീ ഈ നിലകളിൽ ശുശ്രൂഷ ചെയ്യരുത് എന്ന് വ്യക്തമായി ഉസിയാവിനെ ഓർപ്പിച്ചുവെങ്കിലും ഉസിയാവ് ദൈവത്തിന്റെ ആജ്ഞ കേൾക്കാതെ ആമേൻ പാപം ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. हालेलुया, हम देखते हैं कि हालेलुया उसी बारे में देखने को मिलता है कि दूसरा इतिहास उसका 22 अध्याय में उसको जो बात करने को मना किया था, वही बात जब किया था, उसने वहां पर मान लिया। इस बात को हमको वहां पर पढ़ने को दृष्टांत के तौर पर मिलता है। അവനൊരു മത്സരിയായിട്ട് മാറിയെന്നും, അവൻ ദൈവത്തിന്റെ ദാസനായ കോരഹിനോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനായ മോശയോടൊക്കെ ചേർന്ന് മത്സരിയായി തീർന്നു. എങ്കിലും പ്രിയമുള്ളവരെ, നമുക്കറിയാം ഉസിയാവിന്റെ ജീവിതത്തിൽ താൻ ഒരു കുഷ്ഠരോഗിയായിട്ട് തീരുവാൻ അത് കാരണമായിട്ട് മാറി. वहां पर देखते कि परमेश्वर का बात को ना मानते हुए परमेश्वर से बलवा करके अपने दास मूसा के विरुद्ध में बात करने की वजह से वो कोढ़ के रूप में एक बीमार व्यक्ति रोगी बन गया करके वहां पर हमको देखने को मिलता है। എന്നാൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, തെറ്റിനെ തെറ്റെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ മടങ്ങി വരാനായിട്ട് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ജയം നൽകുന്ന ദൈവം ഇന്ന് ജീവിക്കുകയാണ്. मैं आज आपको बता दूं, अगर हमारे गलती हुआ करके परमेश्वर के सामने अगर मान जाए, तो हम हमारे चाहने वाले सारे लोगों को चलाने के लिए प्रभु सर्वशक्तिमान है। ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിന്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ആമേൻ, അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ കപ്പൽ ഇവിടുന്ന് നീക്കരുത്, വലിയ പ്രയാസം മുൻപിൽ വരാൻ പോകുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ നിങ്ങൾ മുൻപോട്ട് പോകരുത് എന്നൊക്കെ ഓർപ്പിച്ചു. എങ്കിൽ തന്നെയും അവരത് അനുസരിച്ചില്ല. അതിന്റെ വേദനാജനകമായ അവസ്ഥയിലേക്ക് അവർ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. हालेलुया, जैसे हमको देखने को मिलता है प्रेरितों का काम उसका 27वां अध्याय उसका 10 और 11 वचन में प्रेरित पौलुस जब कहता है कि हालेलुया, हे सज्जनों, कहता है कि ये जहाज को यहाँ पर आगे मत लेके जाओ, मगर उन्होंने उसका बात को नहीं माना, कप्तान ने नहीं माना, मगर आगे उनको बहुत से समस्या का सामना करना पड़ा करके प्रेरितों का काम हमको देखने को मिलता है। പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ,
നമ്മളൊക്കെയും ഇവിടെ 100% പെർഫെക്റ്റ് അല്ല. ജീവിതത്തിൽ പോരായ്മയുള്ളവരും കുറവുള്ളവരും ഒക്കെയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി മടങ്ങി വരാനായിട്ട് കഴിഞ്ഞാൽ നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ നമ്മളെ ഉയർത്തി ഒരു അത്ഭുത വിഷയമാക്കുവാൻ ദൈവത്തിന് നമുക്ക് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വീണ്ടും ഓർപ്പിക്കുകയാണ്. मैं कहता हूँ कि हम लोग यहाँ पर जितने भी लोग हैं, कोई भी पूर्णता में नहीं है, मगर फिर भी हमारे जो कुछ भी पवित्र आत्मा जो हमें याद दिला रहा है गलती को, उसको अगर मान जाए, हालेलुया, उसका बहुत बड़ा आशीष का कृपा दया हम सबके ऊपर हो सकता है. हालेलुया, ആമേൻ, ആമേൻ. ദാവീദ് ചെന്നിടത്തെല്ലാം ദൈവത്തിന് ജയം നൽകുന്നതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഞാൻ ഓർപ്പിച്ചത്. ദൈവാത്മാവ് ഓർപ്പിച്ചതായി ഉണർത്തിയ തെറ്റാണെന്ന് സമ്മതിച്ച് മടങ്ങി വരാൻ താൻ കാഴ്ചപ്പാടുണ്ടായപ്പോൾ താൻ ചെന്നിടത്ത് മുഴുവനും ദൈവത്തിന് ജയം നൽകി. പ്രൈസ് ദി ലോർഡ്. हालेलुया. दाऊद जहां जहां पर जाता था, हालेलुया, वहां पर जयवंत होता था. उसका 4 कारणों में सबसे पहला बात आपको बताया, जो गलती उसने परमेश्वर ने जताया उसने मान लिया और पश्चाताप किया. ആമേൻ. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയപ്പെടുന്നത്, ദാവീദിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ദൈവത്തോട് ആലോചന ചോദിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ദാവീദ്. ദൈവത്തോട് താൻ ആലോചന ചോദിക്കുമായിരുന്നു. ഞാനിത് ചെയ്യണമോ ചെയ്യണ്ടായോ, പോകണമോ പോകണ്ടായോ എന്ന് ദൈവത്തോട് വ്യക്തമായി ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. और दूसरा कारण आपको बताना चाहता हूं कि दाऊद अपने जीवन में जो भी चीज करने के टाइम में परमेश्वर से व्यक्तिगत रूप में आलोचना लेकर अपने कदम को आगे बढ़ाता था. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 23-4 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 1 ശമൂവേൽ 23:4. और पहला शमूएल उसके 23 के 4 वचन में ऐसा लिखा है, ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. वहां पर ऐसे कि तब दाऊद ने यहोवा से फिर पूछा. ആമേൻ. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. वहां से लिखे कि दाऊद ने फिर से यहोवा से पूछा करके लिखा है. ആമേൻ. 30-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാറെ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ എന്ന് ചോദിച്ചു. और वही पुस्तक का 30वां अध्याय के 8वां वचन में वहां पर लिखे कि और दाऊद ने यहोवा से पूछा, क्या मैं इस दल के पीछे करूं, क्या उसको जा पकड़ूं. 2 ശമൂവേൽ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അനന്തരം ദാവീദ് യഹോവയോട് ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. और दूसरा शमूएल 2 अध्याय का पहला वचन में से लिखे गए, क्या मैं यहूदा में प्रवेश के किसी नगर में जाऊं, ये भी दाऊद ने परमेश्वर से पूछ कर किया है. 5-ാം അധ്യായം 2 ശമൂവേൽ 5:19 വായിക്കുന്നു, അപ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ എന്ന് ചോദിച്ചു. സ്തോത്രം. और दूसरा शमूएल उसके हालेलुया उसके 5वां अध्याय उसको 29 में वहीं पे लिखे कि दाऊद ने यहोवा से पूछा, क्या मैं फलिस्तियों पर चढ़ाई करूं, क्या तूने मेरे हाथ कर देगा. പ്രിയമുള്ളവരെ, ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ദൈവമേ ഞാൻ പോകണമോ ഞാൻ പോകണ്ടയോ, ഞാൻ ചെയ്യണമോ ഞാൻ ചെയ്യണ്ടയോ എന്ന ചോദ്യം ദാവീദിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. यो हमेशा हालेलुया कोई भी बात करने से पहले मैं इस बात को करूं या नहीं करूं, एक इजाजत हमेशा यहोवा से लेकर जाने वाला एक दाऊद वहां पर देखने को मिलता है. ഞാൻ ഇന്ന് സന്ധ്യാസമയം ചോദിക്കട്ടെ, ദൈവം നമ്മളോട് സംസാരിക്കുമോ? നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് ഇന്നും സംസാരിക്കും. क्या मैं आपसे पूछ सकते हैं क्या परमेश्वर हमसे बात करता है? ये मैं सवाल आपसे पूछना चाहता हूँ, क्या परमेश्वर हमसे बात कर सकते हैं? निश्चय रूप से परमेश्वर हमसे बात कर सकता है. ആമേൻ. ഒന്നുകിൽ ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ, ഒന്നുകിൽ ദൈവത്തിന്റെ ആത്മാവ് രാത്രിയുടെ യാമങ്ങളിൽ സ്വപ്നങ്ങളിൽ കൂടെ നമ്മോട് സംസാരിക്കും. मैं आपसे कहना चाहता हूँ, या तो परमेश्वर रात के हालिल पहरों में परमेश्वर हमसे बात कर सकता है. രണ്ടാമത്, ഏതെങ്കിലും ഒരു പ്രവാചകനിൽ കൂടെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് സംസാരിക്കും. दूसरी बात, दुनिया का कोई भी कोने का कोई भी भविष्यवक्ता के द्वारा
परमेश्वर अपने से बात करता है। മൂന്നാമത് ഈ ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. तीसरी बात, हम जब पवित्र शास्त्र के वचन को हम जब पढ़ते हैं तभी भी परमेश्वर हमसे बात करते हैं। നാലാമത് എന്റെ ചിന്ത നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവഭൃത്യൻ തന്റെ ദൈവസഭയോട് ആലോചന അറിയിക്കുമ്പോൾ നമ്മളോടുള്ള ആലോചന ദൈവം നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. दूसरी बात मैं समझता हूँ कि हमारे बीच में परमेश्वर जो सेवक को हमें जो दिया है वो जब प्रचार करता है, वो जब बातें करता है तभी भी परमेश्वर हमसे बातें करता है। അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവാത്മാവോട് ആലോചന ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്നും നമ്മളോട് ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. अगर ऐसा तो मैं आपसे कहना चाहता हूँ, आज भी अगर परमेश्वर सब इजाजत लेके आलोचना पूछे, परमेश्वर आज भी हमसे बातें करेगा। ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിലയാം എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഒരു പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ബിലയാം, हमें पता है कि बिलाम के बारे में हमें पता है कि वो एक भविष्यद्वक्ता करके उसके बारे में कहा गया था। ആ സമയങ്ങളിൽ ഇസ്രായേൽ ഉണ്ടായിരുന്ന ബാരാക്ക് എന്ന് പറയപ്പെടുന്നതായ രാജാവ് ബിലയാമിനെ ഇസ്രായേലിനെ ശപിക്കാനായിട്ടാണ് ആമേൻ വിളിച്ചുകൊണ്ടുവരുന്നത്. और उस समय हालेलुया बाराक नाम का जो राजा था वो बिलाम को इस्राएल बच्चे को श्राप देने के लिए उनको बुलाया गया था। ആമേൻ. അങ്ങനെ ബിലയാം ദൈവത്തോട് ചോദ്യം ചോദിച്ചു. സംഖ്യാപുസ്തകം 8-ാം അധ്യായം 22-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ബിലയാം, ആ പ്രവാചകൻ, ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. और गिनती के पुस्तक हमको देखने को मिलता है कि वहां पर बिलाम परमेश्वर से इजाजत लेता है, मैं करूं या नहीं इजाजत लेता है। പ്രിയമുള്ളവരെ, 2 പ്രാവശ്യം ദൈവത്തിന്റെ ആലോചന ബിലയാമിനോട് ദൈവം സംസാരിച്ചു എന്ന് കാണുന്നു. और वहां पर लिखे कि 2 बार परमेश्वर ने बिलाम से बात किया। ആമേൻ. എന്നാൽ പ്രിയമുള്ളവരെ പറയട്ടെ, ബിലയാമിന്റെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു. ഞാൻ ശപിക്കാനായിട്ട് കൊണ്ടുവന്നതായ ബിലയാം ആ ജനത്തെ അനുഗ്രഹിച്ചതായിട്ട് കാണുന്നു. ആ ബിലയാം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: ദൈവമേ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ എന്ന് ബിലയാം പറഞ്ഞിരുന്നുവെങ്കിലും ബിലയാമിന് അങ്ങനെ മരിക്കുവാനായിട്ട് സാധിച്ചില്ല. 31-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ബിലയാം വാളിന്റെ മുൻപിൽ വീണുപോയതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. हालेलुया, भले उन्होंने हालेलुया आलोचना लेकर किया, मगर उसने ये कहा अगर मैं ऐसा करूं तो परमेश्वर आपका भक्ति जन के जैसा मेरा भी मौत हो जाए। मगर ऐसा उसका मौत नहीं हुआ। 21वां अध्याय में आके मिलते कि वो तलवार के सामने गिर के उसको मौत हुआ करके। ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണം? ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങൾ എങ്ങനെ ചെയ്യണം? ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഞങ്ങൾ മുമ്പോട്ട് എങ്ങനെ പോകണം? ഞങ്ങളുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ എപ്രകാരമായിരിക്കണം എന്ന് നമ്മൾ ദൈവത്തോട് കൂടിയാലോചനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അന്തരാത്മാവോട് ഇന്നും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. आमीन, हालेलुया। प्रियजनों, मैं आपसे कहना चाहता हूँ, अगर ऐसा है तो आज के दिन भी रात के टाइम में जब आप प्रभु से बातें करेंगे, प्रार्थना करेंगे, प्रभु में क्या करूं, कैसा सेवा करूं, किस तरीके से मैं आगे बढ़ूं, अगर एक एक बात परमेश्वर से आलोचना लेकर करे तो आज भी परमेश्वर हमें चलाने के लिए वो हमसे बात कर सकता है। आमीन। പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. हाथों को उठाकर एक साथ परमेश्वर को धन्यवाद देंगे। हाथों उठाकर धन्यवाद देंगे। ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞുവോ എനിക്ക് അറിയത്തില്ല. ഞാൻ മലബാറിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത്. ഇവിടുത്തെ 45 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. 33 ലക്ഷം ഇവിടുത്തെ ഇസ്ലാം സഹോദരങ്ങളാണ്. മറ്റുള്ളവര് 8 ലക്ഷം ആളുകൾ ഹൈന്ദവരാണ്. അതിന്റെ ബാക്കിയാണ് ക്രൈസ്തവരുള്ളത്. ഇവിടെയാണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത്. हालेलुया। मैंने पिछले बार आया तो आपसे मैंने कहा है कि मुझे पता नहीं, मैं हालेलुया मलबार के हालेलुया सबसे बड़ा जनसंख्या की जगह है, वहां पर पेरिदलमन्ना नाम की जगह में मैं करता हूँ। वहां पर 45 लाख के लोगों में 33 लोग इस्लाम के लोग रहते हैं और बाकी 8 जन हिंदू लोग रहते हैं, कुछ गिने चुने मसीह रहते हैं। उनके बीच में मेरा सेवकाई है। ഒരു ദിവസം അല്പമല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഞാൻ പ്രാരംഭ സമയങ്ങളിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് വിട്ടുപോയി മറ്റൊരു ദേശത്തേക്ക് പോകാം. ഞാൻ നല്ല ഒരു ജോലി ഒക്കെ ചെയ്ത് മദ്രാസിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്നതാണ്. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ട്
ഇവിടെ വന്ന് ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മാനസികമായി വളരെ പ്രയാസം ഉണ്ടായപ്പോൾ ഈ ദേശം വിട്ടുപോകാം എന്ന് ഞാൻ ചിന്തിച്ച ഒരു സമയങ്ങൾ ഉണ്ടായിരുന്നു. उसके बीच में सेवकाई करते वक्त हालेलुया कुछ कठिनाई मुझे आया। उससे पहले मद्रास में अच्छे एक नौकरी करके मेरे दिन गुजरता था। मैं जब यहाँ पे जब सेवकाई किया, जब कुछ कठिनाई मेरे जीवन में आया तो मैंने एक बार सोचा हालेलुया यहाँ से मैं वापस जाके वही करूं। एक चिंता मेरे मन में आया। അങ്ങനെ ഞാൻ വളരെ ഭാരത്തോടു കൂടെ ഇരിക്കുമ്പോൾ ഒരു രാത്രികാലം ഞാൻ ദൈവത്തോടെ ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഒരു ബൈബിൾ വേർഡ് ആമേൻ ഒരു ഭിത്തിയുടെ മേൽ എഴുതി കാണിക്കുവാനിടയായി തീർന്നു. और वैसे में बहुत बोझ के साथ में दुख के साथ में जब बैठा था तभी उस रात के समय में मुझे देखा कि दीवार में पवित्र शास्त्र के एक वचन दीवार में लिखकर परमेश्वर ने मुझे बताया। ആ വാക്യം ദൈവമക്കൾ കാണുന്നുണ്ടെങ്കിൽ നോയിക്കേ, ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ റെഡിൽ അടയാളപ്പെടുത്തി ഞാൻ ഈ വേദപുസ്തകത്തിൽ യെരമ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യം. और मैंने उसको हालेलुया मार कर रखा यिर्मयाह का हाले पुस्तक उसका 42वां अध्याय उसका 10वां वचन। ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി വായിക്കാം. ആമേൻ. യിരെമ്യാവ് 42:10 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. हालेलुया। वो वचन यिर्मयाह का पुस्तक भविष्यता का पुस्तक उसका 42 का 10वां वचन में ऐसा लिखा है, यदि तुम इसी देश में रह जाओ तब तो मैं तुमको नष्ट नहीं करूंगा वरन बनाए रखूंगा। ആ ഒരു ദൈവത്തിന്റെ വചനമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പട്ടണത്തിൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആമേൻ. അന്ന് ഇന്ന് കാണുന്നത് പോലെ ഈ ചർച്ചോ ആരാധനാലയോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്ത വചനം അതുപോലെ വിശ്വസിച്ചു. അങ്ങനെ ലഭിച്ചതാണ് ഇന്ന് കാണുന്നതായ ഈ സൗകര്യങ്ങളും ആമേൻ ദൈവജനവും എല്ലാം. പ്രൈസ് ദി ലോർഡ്. आमीन। हालेलुया। उस समय में प्रतिकूल के बीच में ये वचन ही है मुझे यहाँ पर खड़ा किया है। हालेलुया। उनके आलोचना शब्द को पाकर वचन को पाकर आज मैंने जो कुछ भी मेरा कलीसिया मेरे विश्वासी जो कुछ भी है उस दिन से परमेश्वर का वचन से खड़ा किया आज सब कुछ है। ആമേ. ഇന്ന് രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, വളരെ ഭാരത്തോടെ ഈ കോവിഡിന്റെ സമയത്ത് ഭൗതികമായി വളരെ ഞെരുങ്ങി ആമേ ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലും വളരെ പ്രയാസത്തോടു കൂടി കടന്നുപോകും ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രയാസം അറിഞ്ഞ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല നാഥന്റെ കരം കുറുകിയിട്ടില്ല. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. കരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. कोविड के समय में भी कई जन का नौकरी छूट गया, कई जन का नौकरी छूट गया, कई जन का आमदनी नहीं है। आप अगर तकलीफ में भी है तो तकलीफ के बीच में उत्तर कर आकर आपसे बात करने वाले का परमेश्वर के बीच में हम लोग हैं। അല്പസമയങ്ങൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ദൈവാത്മാവിൽ കാണുകയാണ്. വളരെ ഭാരത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരാലോചന കേൾക്കാൻ കഴിയാതെ, ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ, ദൈവമേ ഞാൻ ഈ പട്ടണത്തിൽ തകർന്നു പോകുമോ, ഞാൻ ഇല്ലാതെയായി പോകുമോ, ഞാൻ ക്ഷീണിച്ചു പോകുമോ, ഞാൻ പതറിപ്പോകുമോ, എന്തായിത്തീരും എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കും ദൈവ പൈതലേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. प्रियजनों अपने हाथों को दोनों हाथों को उठाकर रखे। मैं आत्मा में देख रहा हूँ कुछ लोग बहुत भयभीत है कि कोविड के समय में कैसा होगा, मेरी जिंदगी कैसा गुजरेगी, बहुत तकलीफ में इस शहर में है। पवित्र आत्मा हालेलुया सानिध्य उनके ऊपर है। हालेलुया प्रार्थना करते रहे। हालेलुया। ആമേൻ, 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 ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം ഇന്നും സംസാരിക്കുന്നവനാണ്. ആ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പ്രൈസ് ദി ലോർഡ്. ऐसा तो आज भी वो परमेश्वर से बात कर रहे हैं। वो कल आज और युगानुयुग एक सा है। आमेन, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആമേൻ, ഞാൻ സമയം മുൻപോട്ട് പോകുന്നു. പെട്ടെന്ന് ഓർപ്പിക്കാം, ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചനയ്ക്ക് താൻ വലയിറക്കും ആമേൻ മുമ്പോട്ട് പോകുന്നവനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്തോത്രം. आमेन। तो दूसरी बात समय आगे निकलता मैं कहना चाहता हूँ, दूसरे वो 4 खासियत में दूसरी बात ऐसा है, दाऊद हमेशा परमेश्वर का आलोचना को लेकर एक कदम आगे रखते थे। ആമേൻ. മൂന്നാമതായിട്ട് ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു നന്മ നമുക്ക് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 18-ന്റെ 14.
തന്റെ ജീവിതത്തിലെ മൂന്നാമതൊരു ക്വാളിറ്റിയെ കുറിച്ച് അവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. और तीसरी खासियत यह है, पहला शमूएल 18 अध्याय उसका 14 वचन में लिखा है, ആമേൻ. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. वहां पर 18 अध्याय उसका 14 में ऐसे लिखा है, और दाऊद अपनी समस्त चाल में बुद्धिमानी दिखाता और यहोवा उसके साथ साथ था. ആമേൻ. തന്റെ വഴികളിലെല്ലാം വിവേകത്തോടു കൂടെ നടന്നു എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. वहां पर लिखे कि अपनी समस्त चाल में बुद्धिमानी दिखाता था. ആമേൻ. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണമേ, ആമേൻ, വിവേകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. और आज मैं आपको बता दूं, ये बुद्धिमानी जो बात लिखा है, ये परमेश्वर का दान है. ആമേൻ. 2 ദിനവൃത്താന്തം 1:11 വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ ദാനമാണ് വിവേകമെന്ന് പറയുന്നത്. സ്തോത്രം. हाल दूसरा इतिहास 11 में लिखा है कि बुद्धिमान विवेक जो है परमेश्वर की ओर से दान है. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 41 39 വാക്യത്തിൽ ഒരു ഭക്തനെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, നീ ഒരു വിവേകമുള്ള മനുഷ്യനാണ് എന്നാണ് വായിക്കുന്നത്. हालेलुया. उल्पत्ति की किताब उसका 41 उसका हालेलुया 31 में हालेलुया एक व्यक्ति को देखकर ऐसा कहा जाता है कि हालेलुया तू एक बुद्धिमानी व्यक्ति है करके बताया जा रहा है. ആമേൻ. സദൃശവാക്യം 14:8 വാക്യം വായിക്കുന്നു, വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനമെന്നാണ്. സ്തോത്രം. आमीन. और नीति वचन में भी लिखा गया है कि जो अपने रास्ते को जो जान रखता है वो विवेक परमेश्वर को ओर से मिलता है. എന്താണ് വിവേകം എന്ന് പറഞ്ഞാൽ? എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എവിടെ പോകണം, എവിടെ പോകരുത്, എന്ത് ധരിക്കണം, എന്ത് ധരിക്കരുത്, എന്ത് കുടിക്കണം, എന്ത് കുടിക്കാതിരിക്കരുത്. ആമേൻ. എന്നുള്ളതായ തിരിച്ചറിവിനെയാണല്ലോ വിവേകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. और हम जो विवेक कहते हैं इसका मतलब क्या है? उसका मतलब है कि पहचान लेना, हमें क्या कहना है, क्या नहीं कहना है, हमें क्या पहनना है, क्या नहीं पहनना है, क्या खाना है, नहीं खाना है, ये सब का एक परख जो है उसको विवेक कहते हैं. ആമേൻ. പ്രവാചകനായ ഹോശയ വിളിച്ചു പറയുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ്. സ്തോത്രം. भविष्यवक्ता मूसा को देखकर परमेश्वर कहते हैं कि ज्ञान ना होने की वजह से मेरे बच्चे नष्ट हुए जाते हैं. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ദൈവമേ, എനിക്ക് വിവേകത്തോടെ നടക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. എനിക്ക് പറയേണ്ടത് പറയുവാൻ, സംസാരിക്കേണ്ടത് സംസാരിക്കുവാൻ, അതല്ലാതെ എന്റെ നാവിൽ നിന്ന് ഒന്നും വരാൻ ഇടയാകരുതേ എന്ന് എല്ലാ പ്രഭാതത്തിലും ദൈവമക്കൾ ദൈവ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. हालेलुया. हमें हर भोर के समय में, सुबह के समय में उठते वक्त हमको प्रार्थना करता, प्रभु आपका विवेक हमें दे. मैं क्या कहूँ, क्या नहीं कहूँ, मैं क्या करूँ या नहीं करूँ. प्रभु आपकी इच्छा के विरुद्ध में मेरे मुख में, मेरे जुबान में एक भी शब्द ना आए करके हमें प्रतिदिन हमें प्रार्थना करना. ആമേൻ. ദാവീദ് ചെന്നിടത്തെല്ലാം ദൈവം അവന് ജയം നൽകാൻ, ആമേൻ, നൽകുവാനുണ്ടായ മൂന്നാമത് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് തന്ന ഒരു ആലോചനയാണ് പറഞ്ഞത്. അവൻ ചെന്നിടത്തെല്ലാം വിവേകത്തോടെ നടന്നു. ദാവീദ് വിവേകത്തോടെ നടന്നു എന്നുള്ളത് അവന്റെ ജയത്തിന് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. तीसरा वचन ये है, दाऊद कहां पर भी गया वो परमेश्वर के विवेक के साथ में चला. ये है उसका तीसरा खासियत. ആമേൻ. ഒരു പോയിന്റും കൂടെ പറഞ്ഞ്, ഒരു ആലോചനയും കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സ്തോത്രം. अभी चौथा आखिरी और एक पॉइंट को बताकर मैं अपने आलोचना से बैठना चाहता हूं. നാലാമതായ ഒരു ചിന്ത പറയുന്നത്, തന്നോടൊപ്പമുള്ളവരോട് ദയ കാണിപ്പാനും സ്നേഹിപ്പാനും ദാവീദ് മറന്നില്ല. പ്രൈസ് ദി ലോർഡ്. और चौथी बात है, हमारे साथ में रहने वाले लोगों से दया करने के लिए दाऊद कभी भूला नहीं. ആമേൻ. തന്നോടൊപ്പമുള്ളവരെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാട് ദാവീദിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. अपने साथ में रहने वाले लोगों का आदर करना, उनका मदद करना, उनकी इज्जत करना, ये एक आदत दाऊद उनके अंदर था. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, പണ്ട് കാലങ്ങളിലൊക്കെ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ, പണം ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ പറയുന്നതനുസരിച്ച് നിൽക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും അല്ല. നമ്മൾ ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ബഹുമാനം ലഭിക്കുകയുള്ളൂ. पहले जमाने में ऐसा था कि एक जन के पास अगर वो अमीर है या दौलतमंद है उनको इज्जत मिलता था, मगर आज के समय में ऐसा है, जब हम किसी को आदर देंगे तो ही वो आदर हमें मिल सकता है. ആമേൻ. യേശുക്രിസ്തു പറഞ്ഞത് നമുക്കറിയാമല്ലോ. യേശുക്രിസ്തു പറഞ്ഞു, മറ്റുള്ളവർ നിനക്ക് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നീ അവർക്ക് വേണ്ടി ചെയ്യുകയും. പ്രൈസ് ദി ലോർഡ്. यीशु मसीह ने भी यही कहा,
जो तुम चाहते कि दूसरे लोग तुम्हारे लिए करो, सबसे पहले वही काम तुम उसके लिए करे। ആമ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട് ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. സ്തോത്രം. और इंग्लिश में भी ऐसा कहा जाए कि तुम इज्जत दो और इज्जत को लो। ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം. ആമേൻ. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം ആമേൻ ഒന്ന് വായിക്കട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 9-ന്റെ 1-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. और दूसरा शमूएल 9वां अध्याय का पहला वचन और एक बार पढ़ना चाहता हूं। അനന്തരം ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. वहां पर लिखे कि दाऊद ने पूछा, क्या शाऊल के घराने में से कोई अब तक बचा है जिसको मैं योनातान के कारण प्रीति दिखाऊं? ആമേൻ. നമുക്കറിയാം ശൗലും യോനാഥാനും അവരുടെ കൂട്ടാളികളെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ കുടുംബത്തിൽ ആമേൻ ആമേൻ ദാവീദിന് എന്നും ഒരാശ്വാസമായിരുന്ന വ്യക്തിയായിരുന്നു ദാവീദിന്റെ മകനായ യോനാഥാൻ. യോനാഥാനും മരിച്ചുപോയി. വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് ഇസ്രായേലിലെ രാജാവായപ്പോൾ ഒരു വിളംബരം ചെയ്യുകയാണ്. ശൗലിന്റെ കുടുംബത്തിൽ ആമേൻ യോനാഥാന്റെ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. हमें दाऊद की मदद में हालेलुया योनातान हमेशा साथ में रहता था। हालेलुया वहां पर कहता है कि कई साल के बाद में वहां पर सब हालेलुया निकल जाने के बाद में भी दाऊद कहता है कि योनातान के क्या उनके घर में हालेलुया शाऊल के घर में कोई बच्चा है जिसके मैं प्रीति दिखाऊं? हालेलुया. അവിടെ അവിടെ ശൗലിന്റെ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ആമേൻ ആമേൻ സീബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: 2 കാലം മുടന്തനായ ഒരു മെബീബോശേത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യ ഒരുവൻ ആ കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. हालेलुया. उनके सेनापति में शेबा नाम के एक व्यक्ति है, वो कहता है कि दोनों पैर नष्ट हुए, एक व्यक्ति उनके घर में अभी भी बचा हुआ है। ആമേൻ. ഞാൻ വാക്യങ്ങൾ എടുത്തു പറയുന്നില്ല. അവിടെ വായിക്കുന്നത് ആ മെബീബോശേത്തിനെ എന്റെ ഭവനത്തിൽ എന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. कहते हैं कि मेफीबोशेत को मेरे राजघराने में लेकर आने को दाऊद कहता है. ആമേൻ. മെബീബോശേത്ത് 2 കാലം മുടന്തുള്ളവനായതുകൊണ്ട് ആമേൻ അവൻ പടയിൽ പട്ടുപോകാതെ ഇരുന്നു. അവനെ ആരാലും കൊല്ലപ്പെടാതെ ഇരുന്നു. അവൻ വളരെ ഭയപ്പെട്ടു. ഈ രാജാവ് എന്നെ പിടിച്ചു കൊല്ലുമോ എന്നവൻ ഭയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. और दोनों पैर से लंगड़ा होने के कारण हाल युद्ध में भी कुछ हानि नहीं हुआ। जब राजा ने उसको लेकर गया, वो कहा कहीं मुझे मारने के लिए तो नहीं लेकर जा रहे, वो भयभीत हुआ. അങ്ങനെ മെബീബോശേത്ത് ദാവീദിന്റെ കൊട്ടാരത്തിനകത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. और इससे कहते मेफीबोशेत हालेलुया दाऊद के राजघराने के अंदर प्रवेश करता है. ആമേൻ. ദാവീദ് മെബീബോശേത്തിനോട് പറഞ്ഞു, മെബീബോശേത്തെ നിന്റെ അപ്പന് ആമേൻ ശൗലും ആമേൻ സഹോദരനും അവരൊക്കെ എനിക്കൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നോട് ദയ കാണിക്കേണ്ടതുണ്ട്. അവർക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരികയാണ്. ഇനി അവർക്കുള്ളതെല്ലാം നിനക്ക് തരികയാണ്. എന്റെ രാജകുമാരന്മാർ ഭക്ഷിക്കുന്നതായ മേശയിൽ നീ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണം. നീ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ് മെബീബോശേത്തിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. हालेलुया हालेलुया. वहां पर हम देखें कि हालेलुया मेफीबोशेत जो है उनसे कहते हैं तेरे घराने के कारण मुझे मेरा बहुत बड़ा एहसान है. उस घर में कोई नहीं है, इसलिए उस घर में जो कुछ भी देना चाहता हूँ मैं सब में तुम्हें देना चाहता हूँ. मेरे राजघराने में बैठे हमारे मेज पर भी तुम खाना खा सकते हैं. बड़े कुशल के साथ तुम यहाँ पे तुम रह सकते हो. ആ സമയത്ത് ഈ മെബീബോശേത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറഞ്ഞൊരു വാക്യം ഒരു വാചകം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 2 ശമൂവേൽ 9-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. और उसने वहां पे मेफीबोशेत ने एक जो बात कहा 9 का 8वां अध्याय, मैं इसको पढ़कर दिखाना चाहता हूँ. उसने दंडवत करके कहा, तेरा दास क्या है कि तू मुझे ऐसे मारे, कुत्ते की ओर दृष्टि करे. പ്രിയ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ പ്രിയ ദൈവമക്കളെ, കർത്തദാസന്മാരെ, നമ്മോട് കൂടെയുള്ളവരെ ഉൾക്കൊള്ളുവാനും അവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കുവാനും കഴിഞ്ഞാൽ അർഹതയില്ലാത്ത നന്മകളും അതിൻ്റെതാകുന്ന വഴികളും നമുക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരുക്കുമെന്നുള്ളത് ഒരു ചിന്ത ഇന്ന് രാത്രി ഞാൻ വീണ്ടും കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. प्रियोजन आपसे कहना चाहता हूँ, हमारे साथ काम करने वाले हमारे साथ में रहने वाले लोगों को अगर उनका तकलीफ में अगर हम उसका सुधी ले तो सर्वशक्तिमान परमेश्वर हमें हर जगह पर जीवन और आशीष के साथ चलाएगा.
ആമീൻ. മെബിബോശേത്തിന് എന്തെങ്കിലും നന്മ പറയാനുണ്ടോ? ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഈ ദാസന്മാരെ, നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി പറയാനുണ്ടോ? ഞാൻ കഴിഞ്ഞ ഒന്നാമത്തെ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ ആമേ പോഷത്വമായിരുന്ന, ഏതുമില്ലാതിരുന്ന, നികൃഷ്ടന്മാരായിരുന്ന എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്ത് ഈ മഹനീയമായ ശുശ്രൂഷയ്ക്കാക്കി നമ്മെ ഇത്രത്തോളം ആദരിച്ച ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. आमीन, हालेलुया, हालेलुया। मैं शोध के बारे में वहां पर कहा कि कोई खासियत, कोई योग्यता उसके लिए कहने के लिए नहीं था, मगर प्रभु ने किस तरह आगे आदर किया। मैं और आप, हमारे अंदर कोई योग्यता नहीं थे, मगर प्रभु ने हमें चुनकर प्रभु का सेवक बनाकर इतना अच्छा स्तर पर रखा। सिर्फ उसका कृपा है, हमें कहने के लिए कोई योग्यता हमारे पास नहीं है। ആമേൻ. തന്നോടൊപ്പം ഉണ്ടായിരുന്നവരോട് ദയ കാണിക്കുവാനും സ്നേഹിക്കുവാനും ദാവീദ് മറന്നില്ല. Praise the Lord. अपने साथ में काम करने वालों के साथ में दया करने के लिए, उससे प्रेम करने के लिए, उसके जरूरत में हालेलुया भाटवता दिखाने के लिए कभी उसने कमी नहीं छोड़ा। പ്രിയമുള്ള ദൈവമക്കളെ, ദാവീദ് ചെന്നിടത്തെല്ലാം ജയം നൽകുവാൻ 4 കാര്യങ്ങൾ ഞാൻ ദൈവമക്കളെ ഓർപ്പിച്ചു ഇന്ന് രാത്രിയിൽ. എന്തൊക്കെയാണ്? ഒന്ന്, ദൈവം ഓർപ്പിച്ചുണർത്തിയ തെറ്റാണെന്ന്, ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചുണർത്തിയ തെറ്റാണെന്ന് സമ്മതിച്ച് മടങ്ങി വരാനുള്ള കാഴ്ചപ്പാടുണ്ടായി. 2, ദൈവത്തോട് ആലോചന ചോദിച്ച് മുമ്പോട്ട് പോകുവാൻ ദാവീദ് താല്പര്യമെടുത്തു. 3, തന്റെ വഴികളിലെല്ലാം വിവേകത്തോടെ നടന്നു. 4, തന്നോട് കൂടെയുള്ളവരോട് ദയ കാണിപ്പാനും സ്നേഹിപ്പാനും ദാവീദ് മറന്നില്ല. അതുകൊണ്ട് ദാവീദ് ചെന്നിടത്തെല്ലാം യഹോവ അവന് ജയം നൽകി. പ്രൈസ് ദി ലോർഡ്. हालेलुया। प्रियो, आज इतना होने के बावजूद भी दाऊद को प्रभु आदर करने का 4 खासियत आपको बताया गया। सबसे पहले कि अपने गलती को प्रभु के सामने मानने का एक मन उनसे रखा। दूसरी बात हमने देखा कि परमेश्वर से आलोचना पाकर आगे बढ़ने के दाऊद को देखने को मिलता है। और तीसरी बात हमने देखी कि विवेक के साथ में, बुद्धिमानी के साथ में आगे चलने के दाऊद को देखने को मिलता है। और चौथी बात हमने देखा कि अपने साथ वालों को मदद करने के एक मन। ये 4 खासियत आज हमने दाऊद के बारे में हमने देखा। ആമേൻ. ക്രിസ്തുവിൽ ജയാളികളായി മുന്നേറുവാനിടയാകട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 2:14 പറയുന്ന പോലെ, ഞങ്ങൾ രക്ഷിക്കപ്പെടുകയിലും നശിക്കുന്നവരുടെയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി വിളങ്ങുവാൻ, ക്രിസ്തുവിൽ ജയാളികളായി മുന്നേറുവാൻ, ക്രിസ്തുവിൽ ജയാളികളായി മുന്നേറുവാൻ വലിയവനായ ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. हालेलुया, हालेलुया। परमेश्वर आशीष करे। हालेलुया। जैसा कोरिन्थी के पत्री में हालेलुया पौलुस कहते हैं, भले हमारे पास कुछ भी नहीं, फिर भी क्रिस्तु में हालेलुया मसीह में जयवंत होकर जीने के लिए, हालेलुया जैसा वचन में लिखा है उस तरीके से जयवंत जीवन बिताने के लिए प्रभु मुझे और आपको सबको आशीष करे। ആമേൻ. വാത്സല്യ പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രസംഗിച്ചതായ എനിക്കും ഈ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ, ഒരു ജയകരമായ ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നിത്യത നമുക്ക് ആർക്കും നഷ്ടമാകാതിരിപ്പാൻ വലിയവനായ ദൈവം ഇടയാകട്ടെ. ക്രിസ്തുവിൽ ജയാളികളായി നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ തോമസ് പാസ്റ്ററോടും ടീം അംഗങ്ങളോടും ബോർഡ് മെമ്പേഴ്സിനോടും എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവദാസനോടും ഏവരോടും നന്ദി പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. आमीन। प्रेज द लॉर्ड। आज जो वचन जो सुना है वो आपको भी और मैं खुद भी इस वचन के अनुसार चलने के लिए प्रभु हम सबको सहायता करे। एक जयवंत मसीह जीवन बिताने के लिए प्रभु हम सबको सहायता करे। आज इस शाम को वचन आप सबको सहायता करे। मुझे समय दिया पास्टर MC थॉमस और सारे लोग, परमेश्वर के श्रेष्ठ दास लोग, और अनुवाद किया परमेश्वर के दास को भी धन्यवाद देते। मैं अपने बातों से विराम डालता हूँ। प्रभु आप सबको सहायता करे। प्रेज द लॉर्ड। हालेलुया। परमेश्वर के नाम को धन्यवाद देता हूँ। आज अच्छे सुंदर से वचन से परमेश्वर ने तृप्त किया। हालेलुया। वचन सुनाने वाले हालेलुया मैथ्यू NM പാസ്റ്റർ ജിക്കോ, ഹാലേലൂയ നമ്മുടെ ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ ബോർഡ് മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്നും ദേവദാസന്റെ ഭാഗത്തു നിന്നും ഹാലേലൂയ ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം. ദേവദാസനെ വീണ്ടും ദേവദാസന്റെ മിനിസ്ട്രിയും കുടുംബത്തെയും വേലയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. हालेलुया। अच्छे वचन के लिए प्रियो हम धन्यवाद देते हैं। आइए हम प्रार्थना करेंगे। परमेश्वर के दास हालेलुया मैथ्यू पास्टर के लिए प्रार्थना करेंगे, उनका मिनिस्ट्री के लिए प्रार्थना करेंगे, उनका परिवार के लिए प्रार्थना करेंगे, और भी परमेश्वर की इस्तेमाल हो जाए इस तरीके का महत्वपूर्ण वचन लोगों को देने के लिए हम उनके लिए प्रार्थना करेंगे। और जितने भी लोग जुड़े हैं जूम में उनके लिए प्रार्थना करेंगे। आज का वचन जो 4 खासियत दाऊद को उसने बताया गया है, अपनी गलती को सबसे पहले प्रभु के सामने रखे। हालेलुया। और हर एक कदम परमेश्वर का आलोचना के अंदर चलना है। तीसरी बात, वचन का बुद्धि और विवेक और ज्ञान से हमको चलना है। चौथी बात,
अपने लोगों को आदर और मदद करने का मन हमें मिले। ये मन के साथ हम सब कुछ चले। ये आज का वचन सभी को आशीष करे। और हम आखिरी का प्रार्थना करके और आशीर्वाद बोलेंगे। थॉमस पास्टर जी, उसके लिए आप व्यक्ति का नाम बताएं। अब्राहम പ്രാർത്ഥിച്ച് ആശീർവാദം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായ നിന്റെ ദാസന്മാരെ ഇതുപോലെ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ ദാസൻ പറഞ്ഞത് സത്യമായ വചനമാണ്. ഇതുപോലെ അനേകർ പറയാറില്ല കർത്താവേ. വെറും വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും മാത്രം പറഞ്ഞു വിടുന്ന ഒരു വഞ്ചനയുള്ള കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിന്റെ ദാസനെ കർത്താവ് അധികമായി ഉപയോഗിക്കണം. തന്റെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. വചനം ഏറ്റെടുത്ത എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. എന്റെ ദാസനെ ഞങ്ങൾ ഒരുമിച്ച് അതിനുവേണ്ടി അനുഗ്രഹിക്കുന്നു. ഇത്രത്തോളം തിരുമേനിയുടെ ആലോചന അനുസരിച്ച് ശുശ്രൂഷിപ്പാൻ, തിരുമേനിയുടെ ആലോചന കേട്ട് ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ഒരുക്കിയതിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. തന്നെ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി തീർത്തോണ്ട് സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരമല്ലിരിക്കുക. സോദര യേശു കൃഷ്ണ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ജയന്തം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വചനം ഷെയർ ചെയ്ത കർത്താവ് ദാസന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർ, നമ്മുടെ മിഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ജോർജ് വർക്കി പാസ്റ്റർ, ടി എബ്രഹാം പാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ജോസഫ് എബ്രഹാം പാസ്റ്റർ, സംഗീതം ആലപിച്ച കിസ്യ സജി, കർത്തദാസന്മാർ, എല്ലാവർക്കുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. സൗണ്ട് കേൾക്കുന്നില്ല. हालेलुया। सभी लोगों को आज का वचन आशीष करे। हालेलुया। वचन प्रचार को परमेश्वर के दास और हमारे प्रेसिडेंट जॉर्ज वर्की साहब को और हाल वाइस प्रेसिडेंट जोसेफ अब्राहम पास्टर और टी अब्राहम पास्टर और जितने भी लोग जुड़े हैं सबको प्रभु इस आज का वचन से आशीष करे। ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം പറഞ്ഞില്ലായിരുന്നു. ഭാഷ പറഞ്ഞാലേ हम सब मिलकर आशीर्वाद को बोलेंगे। पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह, पवित्र आत्मा का सम और सहभागिता आज के वचनों के साथ, वचन प्रचार किया परमेश्वर के दास के साथ, लव एंड के सारे बोर्ड मेंबर्स, सारे श्रेष्ठ दासों, विश्वासी जनों के साथ में यीशु मसीह का आगमन तक हमेशा हमेशा होते रहे। आमीन, आमीन। Hallelujah, hallelujah. मैथ्यू पास्टर, प्रेज लॉर्ड। Amen. Thank you, Pastor. Thank you. അനുഗ്രഹിക്കപ്പെട്ട വചനം, വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം. നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you. Thank you. ഞങ്ങളുടെ കുടുംബാംഗമായി തീരാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. ഇബ്രാഹിം പാസ്റ്റർ, പ്രൈസ് ലോർഡ്. Thank you. ജോർജ് വർക്കി പാസ്റ്റർ, പ്രൈസ് ലോർഡ്. കിസ്യ സിസ്റ്റർ, പ്രൈസ് ലോർഡ്. Praise Lord, praise Lord. രാംവിലാസ് ബർമൻ, പ്രൈസ് ലോർഡ്. രവി നമ്പ്യാർ പാസ്റ്റർ, പ്രൈസ് ലോർഡ്. മോഹൻലാൽ ബഞ്ചാരെ, പ്രൈസ് ലോർഡ്. വിജയ് പട്ടേൽ, പ്രൈസ് ലോർഡ്. മഹേഷ് ആചാര്യ, പ്രൈസ് ലോർഡ്. പാസ്റ്റർ തോഷൻ പട്ടേൽ, പ്രൈസ് ലോർഡ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സൗമ്യ ബാബു, പ്രൈസ് ലോർഡ്. വിജയ് ഹിവാലെ, പ്രൈസ് ലോർഡ്. Thank you. Thank you. Praise Lord. Praise Lord, Pastor. Amen. Thank you.